ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു കിൻഡർ ചോക്ലേറ്റിന്റെ കുക്കീസുമായിട്ടാണ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് നോക്കിയാലോ. 400 ഗ്രാം ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, 400 ഗ്രാം ബട്ടറാണ്. അത് ഐസ് ഇല്ലാത്ത ബട്ടറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. സ്കൂളൊക്കെ തുറക്കുന്നതല്ലേ, കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ വേണം കുക്കീസ്, അതുകൊണ്ടാണ് 4 മുട്ട എടുത്തത്. ഒരു 250 ml കപ്പിന് 1 കപ്പ് വൈറ്റ് ഷുഗർ, 1 കപ്പ് ബ്രൗൺ ഷുഗർ. കണ്ടല്ലോ നിങ്ങള്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ കോൺ പൗഡറാണ്. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ എടുത്തതെന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വനില പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, പ്രധാനപ്പെട്ട സാധനം ചിപ്സ് ആണ്. ഇപ്പൊ ഇതേ മോഡലിലാണ് വരുന്നത്. നല്ല ചെറിയ ബക്കറ്റ് കണക്കാണ് ഇതിൽ വരുന്നത്. വൈറ്റ് ചിപ്സും ബ്രൗൺ ചിപ്സും ആണ്. കണ്ടല്ലോ. പിന്നെ ഞാൻ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിൻഡർ ചോക്ലേറ്റ് ആണ്. കണ്ടോ, കിൻഡർ ആണ് ഇത്. നമുക്ക് ആ സമയത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ അപ്പോൾ കാണിച്ചുതരാം. നമുക്ക് ഇതൊന്ന് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തുകൊണ്ട് വരാം. ഞാൻ ഇതുപോലെ ഒരു മെഷീന്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്കൊന്ന് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും കൂടെ ആദ്യം ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ല ക്രീമി ആയിട്ട് എടുക്കണം. ബട്ടർ നല്ല സോഫ്റ്റ് ഉള്ള ബട്ടറാണ്. കണ്ടല്ലോ, ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടല്ലോ, വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മെഷീനിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവേന്ന്. ബിസ്മില്ലാ. കണ്ടല്ലോ, മിഷീനിലാണ് ഞാൻ ഇട്ടടിക്കുന്ന. കൈ കൊണ്ടിട്ട് അടിക്കാൻ പറ്റൂല എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ മിഷീനിലാണ് കറക്കി എടുക്കുന്നത്. അപ്പൊ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം നമുക്ക് കാണാം. ഇവിടെ ക്രീമായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങള്, പഞ്ചസാരയും ബട്ടറുമാണ്. അടുത്ത നമുക്ക് ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് അതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട. ബിസ്മില്ലാ. കുറച്ച് നമുക്ക് മുട്ട അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ നമ്മള്, മുട്ട നല്ലപോലെ ഒന്ന് ക്രീമായി കിട്ടിയിട്ട് ബാക്കിയുള്ള ചേരുവ ചേർക്കാം. അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ മൈദയും കോൺഫ്ലവറും ബേക്കിംഗ് സോഡയും വനീല പൗഡറും എല്ലാം കൂടെ മിക്സ് ആക്കിയതാണ്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അടിച്ചെടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കണ്ടല്ലോ നിങ്ങൾ. നോക്കി, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പൊ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ മാവ്. ഞാൻ ഇതുപോലൊരു ഐസ് ക്യൂബർ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഇതില്. പിന്നെ അടുത്ത ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ട്രേ ആണ്. ഈ ട്രേയിലോട്ട് നമ്മൾ ഈ മാവ് ഈ ഐസ് ക്യൂബ് കൊണ്ട് ഇതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം. ഈ ട്രേയിലോട്ട് ഐസ് ക്യൂബ് വെച്ച് കോരി വെച്ചു കൊടുക്കാം. കണ്ടല്ലോ നിങ്ങള്. ഇതുപോലെ നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള പണിയാണിത്. ഇതുപോലെ എല്ലാം നമുക്ക് അവിടെ ഇതുപോലെ ഐസ് ക്യൂബ് വെച്ച് കോരി ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം. കണ്ടോ നമ്മള്. എല്ലാം നമുക്ക് ഇതുപോലെ വെച്ചു കൊടുത്തുകൊണ്ട് വരാം. നോക്കിക്കാണേ, എന്ത് ഈസിയാണെന്നറിയാമോ. പിന്നെ ഇനി അടുത്ത നമുക്ക് ഡെക്കറേഷനും കൂടെ ചെയ്യണം. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതേമാതിരി ചോക്ലേറ്റ് വൈറ്റ്, കണ്ടോ, വൈറ്റ് ചിപ്സ് ഒരു കിൻഡറിന്റെ ഒരു പീസ് ഇതിന്റെ മധ്യത്ത് വെച്ച് കൊടുക്കും. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലെ 4 സൈഡിലും വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കും. കണ്ട, ഇതുപോലെയാണ് നിങ്ങളും ചെയ്ത് കൊടുക്കേണ്ടിയുള്ളത്. ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് വേണം എല്ലാം നമുക്ക് ഓവനിൽ വെക്കാൻ. കണ്ടല്ലോ നിങ്ങള്. കണ്ടോക്കിക്കണി. ഒരു ട്രേയില് വൈറ്റ് ചോക്ലേറ്റിന്റെ ചിപ്സും കിൻഡർ ചോക്ലേറ്റും കൂടെ വെച്ച് ഒന്നിനകത്തോട്ട് ഡാർക്ക് ചോക്ലേറ്റ് രണ്ടും നിങ്ങൾ കണ്ടോക്കി. ഇതാണ് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാം. ഞാൻ കുക്കീസ് ഇതില് വെച്ചിട്ടുണ്ട്, ഓവനിൽ വെച്ചിട്ടുണ്ട്. ഒരു 12 മിനിറ്റും 180 ഡിഗ്രി ചൂടിലാണ് വെച്ചിരിക്കുന്നത്. ക്ലോസ് ആക്കാൻ പോവേന്ന്. ബിസ്മില്ലാ. 12 മിനിറ്റ് മാത്രം മതി. 15 മിനിറ്റ് അങ്ങോട്ട് പോവരുത് നോക്കി വേണം ചെയ്യാൻ. ഓവൻ നല്ല ചൂടായി കിടക്കുകയാണ്. കണ്ടോക്കിക്കാണെങ്കിൽ നമ്മളുണ്ടാക്കിയ കുക്കീസ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.